ഇതിൻ്റെ അത് നമുക്ക് സാധനം വന്നതിൽ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. കാരണം അർണോൺ മീഡിയയുടെ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിംഗ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ സൈനേജ് ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ നിർബന്ധമായിട്ടും എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു ടൂൾ ബോക്സിൻ്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ടൂൾ ബോക്സ് നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. 2500 രൂപ വരെയുള്ളൊരു ടൂൾ ബോക്സ്. അത് നമ്മൾ ഏകദേശം 1400 രൂപ സംബന്ധിക്കുന്ന രൂപയ്ക്കാണ് മേടിച്ചിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതൽ അത് ആവശ്യമുള്ളവരാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡയറക്റ്റ്ലി പർച്ചേസ് ചെയ്യാം. ആയിട്ടും എല്ലാ വീടുകളിലും ഉണ്ടായിരിക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ കോവിഡ് കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും നമുക്ക് എന്താ പറയുക, പുറത്തുനിന്ന് ആളുകൾ വീടിൻ്റെ ഉള്ളിലേക്ക് വരാനും അവർ ഉള്ളിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ രോഗം പകരും ആർക്കൊക്കെ ഉണ്ടാകും എന്നൊന്നും അറിയില്ലാത്തൊരു കാലഘട്ടമായതുകൊണ്ട് ചെറിയ ചെറിയ ജോലികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിക്കാതെ തന്നെ നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഓരോ സമയത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് കണ്ടമാനം ഉപകാരപ്രം ആകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കാലഘട്ടത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഒരു ടൂൾ ബോക്സ് നിർബന്ധമായിട്ടും ഓരോ വീട്ടിലും വേണം. എന്തായാലും നമുക്കിത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ഇതിനുള്ള കൂടുതൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഇതിൻ്റെ ഇതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇത് എൻ്റെ കൂടുതൽ ഇത് പറയാനുള്ളത് നമ്മുടെ അർണോൺ മീഡിയ പേപ്പറൊക്കെ ഉണ്ട്, ബില്ലൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പം ഇതിൻ്റെ വലിയൊരു ബോക്സൊക്കെയാണ് നമുക്ക് വന്നേക്കണത്. ഇതിൻ്റെ അകത്ത് കുറേ പച്ചറ വേസ്റ്റൊക്കെ ഉണ്ട്. എനിവേ, നമ്മളുടെ അർണോൺ മീഡിയ ബ്രാൻഡിങ് ആൻഡ് മാർക്കറ്റിങ്ങിൻ്റെ ബ്ലോഗ് ഇതുവരെ ആരെങ്കിലും ഇത് ചെയ്യാത്തവരുണ്ടെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. എന്തായാലും ഇതുണ്ടോ, ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ 126 പീസുള്ള ഹാൻഡ് ടൂൾസ് ഉള്ളൊരു സെറ്റാണ് ഇത്. ആക്ച്വലി വളരെ ഇത് ഏകദേശം ഒരു 35% ഡിസ്കൗണ്ടിനാണ് ഇപ്പോൾ നമ്മൾ മേടിച്ചത്. ഇതാണ് കണ്ടോ, 126 പീസസോളം ഇതിൻ്റെ ഉണ്ട്. ഓരോരോ ഐറ്റംസ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് തുറന്നു നോക്കാം ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്. ഇത് ഒറിജിനലാണെന്നാണ് എന്തായാലും നമുക്ക് വിചാരിക്കാം. വേറെ മാർഗ്ഗമില്ല. ഇത് കിട്ടി ആമസോൺ വഴിയാണ്. എന്തായാലും ആമസോൺ വഴി എന്തായാലും ഒറിജിനൽ പ്രൊഡക്റ്റുകൾ തന്നെയാണ് അവർ സെല്ല് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ്. എന്തായാലും ഇതാണ് അതിൻ്റെ കിറ്റ്. ഇത് നമുക്ക് എവിടെയെങ്കിലും എടുത്തു വയ്ക്കുന്നതിനൊക്കെ വളരെ സുഖപ്രദമായിട്ട്, ഇതിപ്പോൾ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നമുക്ക് വീട്ടിൽ എവിടെ വേണമെങ്കിലും ഒതുക്കി വയ്ക്കാം. പലപ്പോഴും അങ്ങനെ ഒരു അഡ്വാൻറ്റേജും കൂടെ ഉണ്ട്. അപ്പോൾ എല്ലാ സാധനങ്ങളും വളരെ സിമ്പിളായിട്ട് നമുക്ക് സൂക്ഷിച്ച് എടുത്തു വയ്ക്കുകയും ചെയ്യാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഓപ്പൺ ചെയ്ത് അപ്പോൾ നമുക്കത് തുറന്നു നോക്കാം എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്ത് ഐറ്റംസ് ഉള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ ടൂൾ ബോക്സ്. അപ്പോൾ ഇതിൽ കവറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അത്യാവശ്യം വീടുകളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇതുണ്ട്. ടേപ്പ്, നമുക്ക് ഇത് അന്വേഷിച്ച് നടക്കുമ്പോൾ ഇതൊന്നും കാണില്ല. ഇതൊക്കെ എവിടെയെങ്കിലും ഒരിടത്ത് ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ ഇൻസുലേഷൻ ടേപ്പ്, അങ്ങനെ ഇൻസുലേഷൻ, അതുപോലെ ഹാമർ, അതുപോലെ ഇത് നമ്മുടെ ഇങ്ങനെ എല്ലാ സാധനങ്ങളും. ഇത് ഒരു ആക്സോ ബ്ലേഡ് ഉണ്ട്. പിന്നെ അതുപോലെ എല്ലങ്കികൾ, എല്ലാ ടൈപ്പ് ചെറിയ ചെറിയ സാധനങ്ങൾ, വളരെ ചെറിയ ചെറിയ സാധനങ്ങൾ ചെയ്യാനുള്ള എല്ലങ്കി ഉണ്ട്. അതുപോലെ ഇത് ഓരോ 3-4 ടൈപ്പുള്ള സ്പാൻഡർ, സ്റ്റാർ, അതുപോലെ ഇതിന് എല്ലങ്കി ഇടാൻ പറ്റുന്ന ഓപ്ഷൻ ഉള്ളത്. ഇത് നമുക്ക് മാറ്റിയിടാനുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇത് വളരെ ചെറിയ രീതിയിലുള്ള, അതുപോലെ ഇതിൻ്റെ അകത്ത് ടെസ്റ്റർ. ഇതൊക്കെ വീടുകളിൽ ഇങ്ങനെ ഇതിലേക്ക് പോയി കിടക്കുന്നൊരു സാധനങ്ങളാണ് ടെസ്റ്റർ. അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്യാവശ്യം നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങൾ ഉപയോഗിക്കാനും അഴിക്കാനും പിടിക്കാനും കട്ട് ചെയ്യാനും. അപ്പം എല്ലാം ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ സാധനങ്ങൾ തന്നെയാണ്. നമുക്കത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഇത് ചേഞ്ചബിൾ അല്ല, ഇത് തന്നെ ചെയ്യാവുന്ന രീതിയിലാണ്. ഇത് നമുക്ക് ഇത് മാഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. അതിനുള്ള ഓപ്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അതുപോലെ ചെറിയ ബിറ്റ്, പല രീതിയിലുള്ള ചെറിയ ചെറിയ ഇതിനുള്ള ഓപ്ഷൻസ്. പിന്നെ ഇത് കൂടാതെ പ്ലെയറുണ്ട്, ചെറിയ പ്ലെയറുകൾ, കട്ടിംഗ് പ്ലെയർ,
അപ്പം പിന്നെ ഇത് കൂടാതെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കുറേ ഐറ്റംസ് വരുന്നുണ്ട്, ചെറിയ ചെറിയ ഐറ്റംസ്. ഇതൊക്കെ നമുക്ക് അത്യാവശ്യം വീട്ടിൽ ഉപയോഗിക്കേണ്ട വേണ്ട സാധനങ്ങളാണ്. ഇതിപ്പോൾ പിന്നെ ഇത് ആവശ്യമുള്ളൊരു കുറച്ച് സ്ക്രൂ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഇതിൻ്റെ സാധനങ്ങൾ. എനിവേ ഇതാണ് അപ്പം നമ്മുടെ ടൂൾ കിറ്റ്. ഇത് നിർബന്ധമായിട്ടും ഒരു വീട്ടിൽ വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇത് ഒറിജിനലാണ് 90%. ഇപ്പം ആമസോണിലൊക്കെ ഒറിജിനൽ സാധനങ്ങൾ തന്നെ വരുള്ളൂ എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ സാധനം വന്നതിൽ ഒരു ചെറിയ പണി കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഐറ്റം കുറവുണ്ട്. കണ്ടോ, അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. ഈ പറഞ്ഞ നൈഫ്, ഈ നൈഫ് കണ്ടോ ഇതിലില്ല. ആമസോണിൽ നിന്നും നമ്മൾ മേടിച്ച സാധനമാണ്. പക്ഷേ ഇത് എനിവേ എന്തായാലും ഓഫറിൽ വന്നതാണ്. ഈ നൈഫ് ഇതിൻ്റെ അകത്ത് കാണുന്നില്ല. എന്തായാലും ഇത് എല്ലാവർക്കും ഇത് അങ്ങനെ വരുമെന്ന് വിചാരിക്കുന്നില്ല. പക്ഷേ അത് വളരെ കൃത്യതയോടുകൂടി അവരത് നമുക്കത് റീപ്ലേസ് ചെയ്ത് തരുമായിരിക്കണം എന്ന് വിചാരിക്കുന്നു. കാരണം എന്തായാലും ഒരു നൈഫ് കാണാനില്ല, വന്നിട്ടില്ല. അത് ചിലപ്പം എങ്ങനെയോ പാക്കിംഗ് മിസ്റ്റേക്കോ എനിവേ എന്തായാലും ഇത് നമ്മളത് ആമസോണിൽ നിന്ന് തന്നെ അത് കംപ്ലയിൻറ്റ് ചെയ്യും. നമുക്കത് കിട്ടും. പൊതുവേ അങ്ങനെ ഐറ്റംസ് ഒന്നും കുറവ് കാണുന്നതല്ല. എനിവേ എന്തായാലും അങ്ങനെ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് നമ്മളിപ്പോൾ ഇന്നത്തെ ഇതിൽ വന്നിട്ടുണ്ട്. ഇത് നിർബന്ധമായിട്ട് എല്ലാവരുടെ വീട്ടിലുണ്ടാകേണ്ട അത്യാവശ്യമുള്ളൊരു സാധനമാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ ജോലിക്ക് പോകുന്ന ആളുകൾ, ഇപ്പോൾ ചെറിയ ചെറിയ ജോലിക്ക് പോകുന്ന ആളുകൾ, അതുപോലെ ഒരു ഓഫീസുകളിൽ തന്നെയാണെങ്കിൽ, ഇപ്പം വർക്ക്ഷോപ്പ്, ഇപ്പം നമ്മളൊരു സൈനേജ് ഫാക്ടറി ആണെങ്കിൽ ആ സൈനേജ് ഫാക്ടറിയിൽ നിന്ന് റൂട്ടിൽ പോകുന്ന ഒരു സൈറ്റിൽ പോകുന്ന വളരെ പ്രൊഫഷണലായിട്ട് പോകാനും ക്ലയൻറ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ ഒരു വർക്കിന് പോകുന്ന ഒരു സ്ഥലത്ത് ഇപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്രൊഫഷണൽ ടൂൾ ബോക്സ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി ജോലി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ട് പോരാൻ, വരുന്ന ആളുകളെക്കുറിച്ചൊരു നല്ലൊരു മതിപ്പുണ്ടാകാനൊക്കെ ഒരു പരിധിവരെ ഉപകരിക്കും. അതുകൊണ്ട് നിങ്ങളിതുപോലെ ഒരെണ്ണം നല്ലൊരു ടൂൾ ബോക്സ് മേടിച്ച് ഉപയോഗിക്കാനുള്ളൊരു മാർഗ്ഗങ്ങളിലേക്ക് തിരിയുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു.